തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റ് ലഭിച്ചില്ലെന്ന പരാതിയിൽ ഇടപെട്ട് ഹൈക്കോടതി. ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റ് 2 മണിക്കകം നൽകണമെന്നും അത് കോടതിയെ അറിയിക്കാനും ഇടക്കാല ഉത്തരവിറക്കി ഹൈക്കോടതി. സാലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി ചേരുകയാണ്. സാലി, ആദ്യം ഹൈക്കോടതിയുടെ ഉത്തരവ്, പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളിലേക്ക് പോവാം. എന്താണ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്? അജിംഷാദ്, NGO യൂണിയനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്: ഒരു കാരണവശാലും ഒരാളുടെയും വോട്ടവകാശം തടയാൻ അനുവദിക്കില്ല എന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കോടതി കർശനമായ നടപടിയിലേക്ക് കടക്കുകയാണ്. 2 മണിക്കകം ഈ പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷ നൽകിയ എല്ലാവരുടെയും പോസ്റ്റൽ ബാലറ്റ് ഇഷ്യൂ ചെയ്യണം. അക്കാര്യം 3:30 കോടതി വീണ്ടും ഈ കേസ് എടുക്കും. അപ്പോൾ ആ എല്ലാവർക്കും ഇഷ്യൂ ചെയ്തു എന്ന വിവരമാണ് കോടതിക്ക് അറിയേണ്ടത് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഒരു കാരണവശാലും ഒരാളുടെയും വോട്ടവകാശം നിഷേധിക്കാനാവില്ല എന്ന് തന്നെയാണ് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും പോസ്റ്റൽ ബാലറ്റ് ലഭിച്ചു എന്ന് ഉറപ്പാക്കണം. അത് 2 മണിക്ക് മുമ്പ് വിതരണം പൂർത്തിയാക്കണം. 3:30 മുമ്പ് അക്കാര്യം കോടതി അറിയിക്കണം. ഇതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന് ഇലക്ഷൻ ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം എന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും പോളിംഗ് ഏജന്റുമാരുടെയും വോട്ടവകാശം തടയാനാവില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഗൗരവമുള്ള ഒരു ഇടപെടലാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കൊക്കെ അറിയുന്ന പോലെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ അത് സംബന്ധിച്ച് വലിയ അസ്വസ്ഥതയും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും ഏജന്റുമാരുടെയും പോസ്റ്റൽ ബാലറ്റുകൾ കൃത്യസമയത്ത് ഇഷ്യൂ ചെയ്യാതിരിക്കുക. മുൻപൊക്കെ അതിന് കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇഷ്യൂ ചെയ്യുകയും അത് കൗണ്ടിംഗ് ഡേക്ക് മുമ്പായി റീസബ്മിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. പക്ഷേ ഇത്തവണ കടുത്ത നിബന്ധനകളും ഒക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പല സംവിധാനങ്ങളും കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറഞ്ഞു, CPIM തന്നെ പറഞ്ഞു, അവരുടെ ഉദ്യോഗസ്ഥരുടെ വോട്ടുകൾ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഉള്ള നടപടികൾ ചെയ്യണമെന്ന് പറഞ്ഞു. മാത്രമല്ല, റിട്ടേണിംഗ് ഓഫീസർമാരുടേത് അടക്കമുള്ള അവരുടെ കാര്യത്തിലൊക്കെ ട്രാക്കിംഗ് എന്ന പുതിയ സംവിധാനം കൊണ്ടുവന്ന് ഈ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ചെയ്തത്. അത് നേരത്തെ തന്നെ പരാതിയും പരിഭവവുമായി വളരെ ശക്തമായി ഉയർന്നു നിൽക്കുകയായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ കൂടുതൽ വ്യക്തത തേടിയുള്ള കോടതിയിലേക്കുള്ള നിയമപരമായ പോരാട്ടം കൂടി എത്തുന്നത്. അവിടെയാണ് ഹൈക്കോടതി കാണുന്നത് ഒരാളുടെയും ഉദ്യോഗസ്ഥരടക്കം ഒരാളുടെയും വോട്ടുകൾ നിഷേധിക്കാൻ പാടില്ല. അതൊരു ടോർട്ടാണ്. അതായത് ഈ പരാതി ഉയർന്നപ്പോൾ തന്നെ മുൻപ് തന്നെ പരാതി വിമർശനവും രാഷ്ട്രീയ പാർട്ടികളുടെയും സർവീസ് സംഘടനകളുടെയും ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകിയത് ഒരു കാരണവശാലും ആശങ്കപ്പെടേണ്ട, പോളിംഗ് സാമഗ്രികളുടെ വിതരണവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ അതിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ബാലറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്തിരിക്കും എന്നുള്ളത്. പക്ഷേ ഇന്ന് പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങളിലെത്തിയ ഉദ്യോഗസ്ഥർക്ക് പലർക്കും, ബഹുഭൂരിപക്ഷം പേർക്കും ബാലറ്റ് കിട്ടാത്തൊരു സാഹചര്യം വന്നു. അതിനെ തുടർന്ന് അവിടെ തന്നെ ആളുകൾ പ്രതിഷേധവുമായി എത്തി. NGO യൂണിയൻ ചില കേന്ദ്രങ്ങളിൽ ശക്തമായ പ്രതിഷേധം സംഘടിതമായി തന്നെ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ, ഈ നിരീക്ഷകരൊക്കെ ഭീഷണിയുടെ ശബ്ദത്തിലാണ് പലപ്പോഴും സംസാരിച്ചതെന്നൊക്കെ ആക്ഷേപമുണ്ട്. പക്ഷേ കേരളമായതുകൊണ്ട് ആ ഭീഷണിക്ക് വഴങ്ങാൻ സർവീസ് സംഘടനകളുടെ ഉദ്യോഗസ്ഥരും തയ്യാറായില്ല. അവർ അവിടെ പ്രതിഷേധം ഉയർത്തി, ഒപ്പം നിയമപോരാട്ടം നടത്തിയത് കേരളത്തിലെ ഏറ്റവും വലിയ സർവീസ് സംഘടനയായ NGO യൂണിയൻ തന്നെ നേരിട്ടാണ്. യൂണിയൻ രാവിലെ ഹൈക്കോടതിയെ സമീപിച്ചു. ഉച്ചയ്ക്ക് മുമ്പ് തീരുമാനമായി 2 മണിക്ക് മുമ്പ് ഈ പോസ്റ്റൽ ബാലറ്റുകൾ മുഴുവൻ വിതരണം ചെയ്യണം. അക്കാര്യം കോടതി 3:30 കേസ് എടുക്കുമ്പോൾ അക്കാര്യം തന്നെ കോടതി അറിയിക്കണം. ഒരു കാരണവശാലും ഒരാളുടെയും വോട്ട് അവകാശം ഇല്ലാതാക്കാൻ അനുവദിക്കാനാവില്ല എന്നാണ് കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു നിർണായക ഇടപെടൽ തന്നെയാണ്. കോടതി പറഞ്ഞത് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേട്ടേ പറ്റൂ. അതുകൊണ്ട് ഇന്ന് 2 മണിക്ക് മുമ്പ് തന്നെ വിതരണം പൂർത്തിയാക്കും എന്ന് തന്നെ കരുതാം.